പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻവശത്താണ്. അപ്പം നിങ്ങളെ ഞാനിവിടെ ഒരു കാഴ്ച കാണിക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ. നമുക്ക് ഇവിടം തൊട്ട് തുടങ്ങാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ സ്നേഹരാമം. അപ്പം ഞാൻ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയുടെ ഹൃദയഭാഗത്തെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയത്തു നിന്ന് വരുമ്പോഴത്തേന് ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു മാലിന്യ കൂമ്പാരമാണ്. ഇത് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 2 വർഷത്തോളമായി. 2 വർഷത്തിന് മുകളിലായെങ്കിലേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഒരു ഗേറ്റും കൂടെയാണ്. ആ സ്ഥല ഉടമയുടെ അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു വഴിയാണ്, പ്രധാനപ്പെട്ട ഒരു വഴിയും കൂടെയാണ്. ആ വഴിയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കിടക്കുന്നത്. ഇവിടെയാണ് ദിവസവും 100 കണക്കിന് കുട്ടികളും അതുപോലെ ബസ് കയറാൻ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ട ഇവിടെ ഒരു കോഴിക്കടയുണ്ട്, അവരുടെ വേസ്റ്റുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ച് ഇതിൻ്റെ അകത്ത് ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ 2-3 കടക്കാരുണ്ട്. ആ കടക്കാരെല്ലാം നിരവധി പ്രാവശ്യം പലരോടും പരാതി പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് സാധാരണ ഒരാൾക്ക് വേസ്റ്റ് കോരുന്നവർക്ക് പഞ്ചായത്തിലെ ജോലിക്കാരുണ്ട്. നമ്മുടെ വേസ്റ്റ് എല്ലാം അവിടെ നീക്കം ചെയ്യുന്നത്, അവിടെ വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് പുതുപ്പള്ളി ആകപ്പാടെ ഉള്ളത്. അവർ വേണം ഈ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡും അതുപോലെ പുതുപ്പള്ളി കവലയെല്ലാം ഓരോ ദിവസം മാറി മാറിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അടി മുഴുവൻ ആഫ്രിക്കൻ ഒച്ചാണ്. ഇത് പകൽ സമയത്ത് ഇത് ഇറങ്ങത്തില്ല, സന്ധ്യ ആകുമ്പോഴത്തേനാണ് ഇത് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയിട്ട് കണ്ടോ, കോഴിക്കടയിലെ വേസ്റ്റാണ് ഈ കിടക്കുന്നത് തൊട്ടടുത്തുള്ള. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലായതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നുള്ളൂ. അതുപോലെ വേസ്റ്റ് കൂട്ടി കടലാസ് പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കെട്ടി എറിഞ്ഞിട്ടുണ്ട്. ആ പറമ്പാണ് കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഈ ഗേറ്റിൻ്റെ ഗ്രില്ലെ മുഴുവൻ സന്ധ്യയാകുമ്പം വന്നിരിക്കും ഈ ആഫ്രിക്കൻ ഒച്ച്. കണ്ടോ, ഈ പറമ്പ് മുഴുവൻ അതിഭീകരമായി കാട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെല്ലാം നിർദ്ദേശമുണ്ട്, സ്ഥല ഉടമയ്ക്ക് ലെറ്റർ കൊടുക്കണം, രേഖാമൂലം. ഒന്നെങ്കിൽ ഇത് വൃത്തിയാക്കി ഇടുക. ഇതുപോലെ പല സ്ഥലത്തും പാമ്പ് ശരി, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയിപ്പുണ്ട്. ഉണ്ടോ, ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടത്തെ ഈ റോഡിലും എല്ലാം വേസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ടോ, ഫുഡിൻ്റെ വേസ്റ്റ്, ഇതെല്ലാം. ഇവിടെ ബസ് സ്റ്റോപ്പാണ്, ഫുട്പാത്താണ്, അവിടെയാണ് ഇതുപോലെ മാലിന്യം ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ 2ാമത്തെ ദിവസം ഇവിടെ വന്നപ്പോഴത്തേന് പുതുപ്പള്ളി പഞ്ചായത്തിലെ ജോലിക്കാരത്തിയാണ്. പുള്ളിക്കാരത്തി അവിടെ എല്ലാം തൂത്ത് ആ സൈഡിലോട്ട് ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇതിന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത് മാറ്റം ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി പഞ്ചായത്തും ആരും ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ്. ഉണ്ട്, ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണത്. ഉണ്ടോ, അവരെല്ലാം ആ സൈഡിൽ നിൽക്കേണ്ട ആൾക്കാരുണ്ടോ, അവരെല്ലാം അവരെ കടയുടെ മാറിട്ട്. ഇപ്പം പിന്നെ ഈ ആഫ്രിക്കൻ വെച്ചുള്ളതുകൊണ്ട് അവർ മാതിരിപ്പെട്ട ആരും ഇപ്പം ഇങ്ങോട്ട് അടുക്കുന്നില്ല. കാരണം ഇത് ദേഹത്ത് മുട്ടിയാൽ ചൊറിയും. പക്ഷേ ഇത് ആരോഗ്യവകുപ്പ് എന്തെങ്കിലും നടപടി എടുക്കണം. കാരണം ഇത് അപകടകരമാണെന്നുള്ളത്, ഈ ആഫ്രിക്കൻ വെച്ച് ഒത്തിരി ഈ മനുഷ്യനൊക്കെ അപകടകരമാണെന്നുള്ളതെല്ലാം പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതിന് പോലും ആരും ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഉണ്ട്, വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുക. അത് പ്ലാസ്റ്റിക് ഇപ്പം മിക്ക ദിവസം നമുക്കുണ്ട്, ഹരിതകർമ്മസേനയുണ്ട് പുതുപ്പള്ളി. ഓരോ കടക്കാരാണെങ്കിലും അവരവിടെ ഇത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അവർ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതാരാ ഇവിടെ കൊണ്ടിടുന്നത്? ഇതുപോലെ മാലിന്യം ഇതാരാ കൊണ്ടിടുന്നത്? കവലയുടെ ഹൃദയഭാഗത്ത് ഇത് നിങ്ങൾക്ക് കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ വേസ്റ്റ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇത് നടക്കുമോ? ഈ പറമ്പിൽ നിന്നാണ് ഈ ഒച്ച് മുഴുവൻ ഇറങ്ങി വരുന്നത്. ഈ കടക്കാർക്കെല്ലാം അത് ഭീഷണിയാണ്. ഞാനിപ്പോൾ ഒച്ചിനെ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ 3 ദിവസം മുഴുവൻ നടന്നിട്ട് പകൽ ഇത് സാധനം ഇറങ്ങി വരത്തില്ല. ഇവൻ ഇറങ്ങി വരുന്നത് രാത്രിയിൽ മഴയുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് മാത്രമാണ് ഇവൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ തൊട്ടടുത്തൊരു കടയിലോട്ട് ഒരെണ്ണം വന്ന് കയറിയിട്ടുണ്ട്. നമുക്കതിനെ ഞാൻ കാണിക്കാം. അത് ഭയങ്കര വലുപ്പമുള്ള സാധനമാണ്. അത് ദേഹത്ത് മുട്ടിയ ചൊറിയുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ കടയിൽ ഒരു ഭിത്തിയിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം, നിങ്ങളെ കാണിക്കാം. അതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ പിള്ളേർ ബസ് കയറാൻ നിൽക്കുന്നതാണ്. ഉണ്ടോ, ഈ കടയുടെ ഈ ഭിത്തിയിലാണ് ഇപ്പോൾ ഒരെണ്ണം വന്ന് നിൽക്കുന്നത്. അതൊക്കെ കടയ്ക്കകത്തോട്ട് വരെ വന്ന് കയറും. കണ്ടോ, ഈ വലുപ്പത്തിലുള്ള സാധനമാണ്. കണ്ടോ, പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലാത്ത സാധനമായിരുന്നു. ഈ ആഫ്രിക്കൻ ഒച്ചാണ് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും വന്നിരിക്കുന്നത്. കണ്ടോ, അത്രയ്ക്കും വലിപ്പമുള്ള സാധനം.
അപ്പോൾ ഇത് മുഴുവൻ അവിടെ നിറഞ്ഞു കിടക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ട് കടക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഓർത്ത് നോക്കി. ഇത് ചെയ്യേണ്ടത് ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഹരിതകർമ്മസേനയുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഗ്രാമസഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നപ്പോഴത്തേന് ഒരു കുട്ടിയുടെ ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പെരിന്തൽമണ്ണ പോലെയുള്ള സ്ഥലത്ത് ഒരു മാലിന്യം പോലും റോഡിലില്ല, അവിടെ അത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിക്കാൻ പറ്റുകയാണെന്ന് ചോദിച്ചപ്പോഴത്തേന് ആർക്കും ഉത്തരം ഇല്ലാതായിപ്പോയി. ഉണ്ട് ഇവിടെ വേസ്റ്റ് കൂട്ടിയിരിക്കുന്നുണ്ടോ?